ഇന്നലെ വളരെ പ്രാധാന്യത്തോടെ രാവിലെ മുതൽ രാത്രി വരെ നിന്നൊരു വാർത്തയിലേക്കാണ്. കാരണം പീഡന കേസിൽ ജാമ്യം തേടി നടൻ സിദ്ദിഖ് ഇനി സുപ്രീം കോടതിയിലേക്ക് പോകുമെന്നതാണ് വാർത്ത. അത് ഇന്നലെ മുതൽ തന്നെ അങ്ങനെ പറയുന്നുണ്ടായിരുന്നു. മാത്രമല്ല ഇന്നലത്തെ വാർത്ത എന്ന് പറയുന്നത് കോടതി ജാമ്യം നിഷേധിക്കുകയും തുടർന്ന് പോലീസും മാധ്യമങ്ങളും സിദ്ദിഖിനെ അന്വേഷിച്ചിട്ടുള്ളൊരു പരക്കം പാച്ചലും കൂടി ഉണ്ടായിരുന്നു. ചിലപ്പോഴൊക്കെ കോമഡി പോലെ തോന്നി. ആ വീട്ടിലില്ല, ഈ വീട്ടിലില്ല, മറ്റേ വീട്ടിൽ പോയി നോക്കും, ആ വീട്ടിലും ഇല്ല, അതെ, വിളിച്ചിട്ട് കിട്ടുന്നില്ല, ഫോൺ സ്വിച്ച് ഓഫ് ആണ്. പിന്നെ എയർപോർട്ടുകളിൽ സ്വാഭാവികമായിട്ടും നടപടിയുടെ ഭാഗമായി ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിക്കുന്നു. ഇത് ഇനി ഇത്രയും ഗംഭീരമായി ഒളിവിൽ പോകാനുള്ള കപ്പാസിറ്റി സിദ്ദിഖിനുണ്ടോ? ശരി, അതെ. എന്തായാലും ആ വാർത്തകളിലേക്കാണ് നമ്മൾ എത്തുന്നത്. ഇതിനിടയിൽ ഒരു കാര്യം മറന്നു പോരുത്. കാരണം എം മുകേഷിന്റെ അറസ്റ്റ് കൂടി ഇന്നലെ രേഖപ്പെടുത്തി 3 മണിക്കൂറോളം അദ്ദേഹത്തെ ചോദ്യം ചെയ്തു. ഞാൻ നമ്മുടെ ഒരു സഹപ്രവർത്തകൻ പറഞ്ഞു കേട്ടൊരു നരേറ്റീവ് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തെ വിശദമായി ചോദ്യം ചെയ്തു 3 മണിക്കൂർ. എന്നിട്ട് മുൻകൂർ ജാമ്യം അദ്ദേഹത്തിനുണ്ടായിരുന്നു. ഇപ്പോൾ ഏതാണ്ട് ഒരു 1 മണി കഴിഞ്ഞപ്പോഴത്തേക്ക് എന്നാൽ വേഗം വീട്ടിൽ പോയി ഭക്ഷണം കഴിച്ചോളൂ എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ വിടുകയും ചെയ്തു. അതിൽ പക്ഷേ CPM എന്ത് പറയും എന്നുള്ളത് കൂടിയാണ്. കാരണം അവരുടെ MLA കൂടെയാണല്ലോ. പക്ഷേ ഇനി നമുക്ക് തിരികെ സിദ്ദിഖിന്റെ കാര്യത്തിലേക്ക് എത്തുകയാണെങ്കിൽ സുപ്രീം കോടതി അഭിഭാഷകരുമായി ഇതിനെക്കുറിച്ച്, അതായത് സുപ്രീം കോടതിയിൽ ജാമ്യാപേക്ഷ സമർപ്പിക്കുന്നതിനെ കുറിച്ച് ചർച്ച നടത്തി എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. മുതിർന്ന അഭിഭാഷകൻ മുകുൾ റോത്തയുടെ സംഘവുമായുള്ള ചർച്ച പോലും നടന്നിട്ടുണ്ട്. എന്തായാലും അതിജീവിത പരാതി നൽകാൻ വൈകിയത് ഉൾപ്പെടെ ഇതിൽ ചൂണ്ടിക്കാട്ടും എന്നാണ് പറയുന്നത്. പക്ഷേ എല്ലാ സാങ്കേതിക പഴുതുകളും ഉപയോഗിക്കുക എന്നുള്ളതാണ് അല്ലേ നിയമത്തിന്റെ. പക്ഷെ ഇന്നലെ ഹൈക്കോടതി അത് ചൂണ്ടിക്കാട്ടിയിരുന്നു. ഹൈക്കോടതിയുടെ റിപ്പോർട്ടിൽ വിശദമായി തന്നെ ഉണ്ടായിരുന്നു. നമ്മളടക്കമുള്ള മാധ്യമങ്ങൾ അത് റിപ്പോർട്ട് ചെയ്തതുമാണ്. എന്തായാലും ഇനി സുപ്രീം കോടതിയിലേക്ക് പോവുകയാണെങ്കിൽ എന്താകും എന്നതാണ്. എന്തായാലും സിദ്ദിഖിനായി ഹോട്ടലുകളിൽ അടക്കം പരിശോധന ഇപ്പോഴും തുടരുകയാണ് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. സുപ്രീം കോടതിയിൽ മുൻകൂർ ജാമ്യ ഹർജി നൽകിയാൽ നടി സ്വാഭാവികമായും തടസ്സ ഹർജിയുമായി കാവ്യായിട്ട്, അതായത് തന്നെ കേൾക്കാതെ ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കരുത് എന്നുള്ള ഹർജി. അപ്പൊ വളരെ ശക്തമായും നിയമപരമായും തന്നെയാണ് ഈ പരാതിക്കാരി മുന്നോട്ട് പോകുന്നത്. എന്തായാലും കൊച്ചിയിൽ നിന്ന് സുധീഷ് ഗോപാൽ, തിരുവനന്തപുരത്ത് നിന്ന് അഖിൽ പാലോട്ട് മഠം എന്നിവരാണ് ചേരുന്നത്. ആദ്യം കൊച്ചിയിലേക്ക് തന്നെ പോവാം. കാരണം അവിടെയാണ് സിദ്ദിഖിനായുള്ള തെരച്ചിൽ ഊർജിതമായി. എന്തായാലും സുധീഷ് നമസ്തേ. അഖിൽ നമസ്തേ. സുധീഷ്, എന്താണ് അനു പറയുന്നത്? ആക്ഷൻ എല്ലാം നടക്കുന്നത് കൊച്ചിയിലാണ് എന്നാണ്. ആലോചനയും ഗൂഢാലോചനയും അല്ലെങ്കിൽ പോലീസിന്റെ കരുനീക്കങ്ങളും തിരുവനന്തപുരത്തും. പ്രദീപുള്ള ഇന്നലെ രാത്രി വൈകിയും ഹോട്ടലുകൾ കേന്ദ്രീകരിച്ചും അതോടൊപ്പം തന്നെ സിദ്ദിഖിൻ്റെ ചില അടുപ്പക്കാരുടെ വീടുകൾ കേന്ദ്രീകരിച്ചുമെല്ലാം പോലീസിൻ്റെ നിരീക്ഷണവും പരിശോധനയും മറ്റും ഉണ്ടായിരുന്നു. എന്നാൽ ഇതുവരെയും സിദ്ദിഖ് എവിടെയെന്ന് കണ്ടെത്താനായിട്ടില്ല. ഇന്ന് നമുക്കറിയാം ഇന്നലെ ഹൈക്കോടതി മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയതിന് ശേഷമാണ് ബലാത്സംഗ കേസിൽ പ്രതിയായ ചലച്ചിത്ര താരം സിദ്ദിഖ് ഒളിവിൽ പോകുന്നത്. മൊബൈലെല്ലാം സ്വിച്ച് ഓഫ് ചെയ്ത് ഒളിവിൽ പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. എന്നാൽ ഇത്തരത്തിൽ ഒളിവിൽ പോകുമ്പോൾ നേരത്തെ തന്നെ നിയമപരമായ ചില വിലയിരുത്തലുകൾ ഉണ്ടായിരുന്നു. മുൻകൂർ ജാമ്യാപേക്ഷ നിരസിക്കാൻ സാധ്യതയുണ്ട് എന്നത്. എന്നാൽ പോലും പോലീസിൻ്റെ ഈ പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥർ അടങ്ങിയ ആ അന്വേഷണ സംഘത്തിൻ്റെ നിരീക്ഷണ വലയത്തിൽ സിദ്ദിഖിനെ ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല എന്നതാണ് ഏറ്റവും വലിയ വീഴ്ചയായി വിലയിരുത്തുന്നത്. അല്ലാത്ത പക്ഷം സ്വാഭാവികമായും നമുക്ക് വിശ്വസിക്കേണ്ടി വരും പോലീസിൻ്റെ കൂടി ഒത്താശയോടെ ഇവിടുന്ന് ജാമ്യാപേക്ഷ തള്ളുമ്പോൾ സുപ്രീം കോടതിയിൽ പോയി ജാമ്യം ലഭിക്കുന്നതിനുള്ള ഒരു സാവകാശം കൂടി, ഇല്ലെങ്കിൽ ആ ഒരു ശ്രമത്തിനോടുള്ള ഒരു സാവകാശം സമയം സിദ്ദിഖിന് നൽകാമെന്ന ഒരു മുൻ ധാരണ പ്രകാരമാണോ ഇത്തരത്തിൽ സിദ്ദിഖിന് ഒളിച്ചിരിക്കാൻ സാധിക്കുന്നത് എന്നൊരു സംശയവും പൊതുസമൂഹത്തിലെല്ലാം തന്നെ നിലനിൽക്കുന്നു. അത്തരത്തിലുള്ള ആക്ഷേപങ്ങളും വിമർശനങ്ങളുമെല്ലാം അന്വേഷണ സംഘത്തിനെതിരെ ഉയരുന്നുമുണ്ട്. ഇതേ സാഹചര്യത്തിൽ കൊച്ചി വിട്ട് സിദ്ദിഖ് പോകാൻ സാധ്യതയില്ല എന്നൊരു നിഗമനമാണ് അന്വേഷണ സംഘത്തിനുള്ളത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇപ്പോഴും ഏറ്റവും പ്രധാനമായ പരിശോധനകളും തെരച്ചിലും എല്ലാം തന്നെ കൊച്ചി നഗരം കേന്ദ്രീകരിച്ച് തന്നെ നടക്കുന്നത്. ഇതുവരെയും മറ്റ് പ്രദേശങ്ങളിലേക്ക് പോയി തെരച്ചിൽ നടത്തിയതായുള്ള കൃത്യമായ വിവരങ്ങളൊന്നും തന്നെ പുറത്തു വന്നിട്ടുമില്ല. എന്നാൽ ഇതേ സാഹചര്യത്തിൽ കർണാടകയിലേക്ക് ഏതെങ്കിലും തരത്തിൽ കടക്കാനുള്ള ഒരു സാധ്യതയും വിലയിരുത്തുന്നുണ്ട്. കാരണം കർണാടകയിൽ സിദ്ദിഖ് ഒരു കോൺഗ്രസ്സുകാരനാണ്, കർണാടക ഭരിക്കുന്നതും കോൺഗ്രസ്സാണ്. അപ്പോൾ രാഷ്ട്രീയമായി കൂടിയുള്ള ഒരു സംരക്ഷണം കിട്ടും എന്ന ചില വിലയിരുത്തലുകൾ ഉണ്ട്. എന്നാൽ തലേന്ന് രാത്രിയിലും മകൻ്റെ വീട്ടിൽ ഉണ്ടായിരുന്നു എന്ന ഒരു കണ്ടെത്തലില്ലെങ്കിൽ അത്തരമൊരു സൂചനയാണ് പോലീസിന് കിട്ടിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ കർണാടകയിലേക്ക് കടക്കാനുള്ള സമയം ഇല്ലെങ്കിൽ ഇത്ര സുരക്ഷിതമായി എങ്ങനെ കടക്കും എന്നൊരു സംശയവും നിലനിൽക്കുന്നു. എന്തു തന്നെയായാലും ഇപ്പോഴും കൊച്ചി കേന്ദ്രീകരിച്ചുള്ള പരിശോധനകൾ നടക്കുന്നു. വരും മണിക്കൂറുകൾ കണ്ടെത്താനാകും എന്ന നിരീക്ഷണങ്ങളുണ്ട്. ഫോൺ ലൊക്കേഷനും എല്ലാം വെച്ച് പരിശോധിക്കുമ്പോൾ അവസാനം പാലാരിവട്ടം ടവർ ലൊക്കേഷനിലായിരുന്നു ഉള്ളതെന്ന് പറയുന്നു. ചില ഫോൺ കോൾ വിവരങ്ങളെല്ലാം ശേഖരിച്ചുള്ള പരിശോധനകളുണ്ട്. എന്നാൽ ഇതൊന്നും തന്നെ കാര്യമായ ഒരു പ്രയോജനത്തിലേക്ക് എത്തുന്നില്ല എന്നത് തന്നെയാണ് സാധ്യത. ഇതേസമയം സുപ്രീം കോടതിയിലും മുൻകൂർ ജാമ്യം കിട്ടാനുള്ള സാധ്യത എത്രത്തോളമാണെന്ന നിയമോപദേശങ്ങൾ തേടി
മകൻ ഇന്നലെ അഡ്വക്കേറ്റ് രാമൻപിള്ളയെ കണ്ടിരുന്നു. അതിനുശേഷം മുതിർന്ന സുപ്രീം കോടതി അഭിഭാഷകരുമായും ഫോണിലൂടെയും മറ്റും ബന്ധപ്പെട്ടിരുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഏതെങ്കിലും തരത്തിൽ സുപ്രീം കോടതിയിൽ നിന്ന് ജാമ്യം ലഭിക്കാനുള്ള സാധ്യതയുണ്ടോ, ഇല്ലെങ്കിൽ ഈ ഒളിച്ചു കളിക്കുന്ന എത്രത്തോളം സുരക്ഷിതമാണ് എന്ന ചില വിലയിരുത്തലും ഒക്കെ അവർ നടത്തുന്നുണ്ട്. എന്തു തന്നെയായാലും ഇതുവരെയും സിദ്ദിഖ് എവിടെയെന്നത് സംബന്ധിച്ചുള്ള കൃത്യമായ ഒരു സൂചനയും നേടിയെടുക്കാൻ അന്വേഷണ സംഘത്തിന് കഴിഞ്ഞിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. തിരുവനന്തപുരത്തു നിന്നും പ്രത്യേക അന്വേഷണ സംഘം കൊച്ചിയിലേക്ക് വന്നു എന്ന് പറയുന്നത്. എന്നാൽ ഇവിടത്തെ SITയുടെ ഓഫീസ്, IGയുടെ ഓഫീസ് കേന്ദ്രീകരിച്ച് തന്നെയാണ് പ്രവർത്തിക്കുന്നത്. അവിടേക്ക് എത്തുകയോ ഇവിടെ അത് സംബന്ധിച്ച ഒരു മീറ്റിംഗ് നടത്തുകയോ ഒന്നും തന്നെ ഇതുവരെ ചെയ്തതായും നമുക്ക് വിവരങ്ങൾ ലഭിച്ചിട്ടില്ല. എത്ര കണ്ടാലും സിദ്ധി ഇത്രയും ഗൗരവതരമായ ഒരു കേസിൽ അതിൽ അന്വേഷണ സംഘത്തിൻ്റെ ഭാഗത്തുനിന്ന് ഇതുവരെയുള്ള നീക്കങ്ങൾ പരിശോധിക്കുമ്പോൾ വീഴ്ചകൾ സംഭവിച്ചു എന്നുകൂടി നമുക്ക് വിലയിരുത്തേണ്ട ഒരു സാഹചര്യം കൂടിയാണ് നിലനിൽക്കുന്നതും. പ്രദീപ്ള്ള. ശരി, സുധീഷിലേക്ക് വീണ്ടും മടങ്ങിയെത്തേണ്ടതുണ്ട്. സുധീഷിന് തന്നെ മറ്റൊരു വലിയ വാർത്ത ഇനി വരാനിരിക്കുന്നു CPM-നെ സംബന്ധിച്ച്. ഒപ്പം തന്നെ ഈ ആക്ഷൻ ഒക്കെ നടക്കുന്ന കൊച്ചിയിൽ നിന്ന് ഇന്ന് എന്താണ് ഈ സംഭവിക്കുന്നത്, സുപ്രീം കോടതി എത്ര പെട്ടെന്ന് ഈ കേസ് പരിഗണിക്കും, ഈ ഹർജി പരിഗണിക്കും എന്നുള്ളതുണ്ട്.